ഹലോ, ഇന്ന് എനിക്ക് പൂങ്കാവ് ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പിള്ളേരൊക്കെ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഓരോരുത്തർക്ക് ഓരോ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഓരോ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുടിച്ചു കഴിച്ചു. എന്നിട്ട് പിന്നെ ദേ ഇവരൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറയും. ഇതാണ് നമ്മുടെ പ്രിൻസ് ഏട്ടൻ. പുള്ളിക്കാരൻ നല്ലൊരു പാട്ടുകാരനും കൂടെയാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ പരിചയമുള്ളവരാണ്. കാരണം എൻ്റെ വീടിനടുത്താണ് പ്രിൻസ് ഏട്ടൻ്റെ വീടും. പിന്നെ ലിനീഷ് ഏട്ടൻ എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂളിൽ ചെറുപ്പം മുതലേ ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്നത് ലിനീഷ് ഏട്ടനായിരുന്നു. അപ്പോൾ ലിനീഷ് ഏട്ടനായിരുന്നു ആ സമയത്ത് യങ് ആയിട്ടുള്ളൊരു യൂത്തായിരുന്നു അന്നേരം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു താല്പര്യവും ഞങ്ങളുമായിട്ട് കമ്പനിയായിട്ടൊക്കെ പോകുന്നത് ലിനീഷ് ചേട്ടനായിരുന്നു. അപ്പോൾ ലിനീഷ് ചേട്ടനെയും ചെറുപ്പം മുതലുള്ള പരിചയമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കൃഷ്ണനെ കേട്ടോ. കൃഷ്ണൻ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് എല്ലാവരെയൊക്കെ ഒരുക്കി. ഇതാണ് രാധയും കൃഷ്ണനും കൂടെയുള്ള ഒരു തീമാണ് ഇവരുടെ ഡാൻസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് ഞങ്ങളുടെ കാട്ടൂർ സ്കൂളിൽ ആനിവേഴ്സറി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു 6 മണി 6:30 ആയ ടൈമിൽ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇവിടെ കുറച്ച് മേക്കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇതാണ് പിന്നെ ഞങ്ങളുടെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറെ. പിന്നെ ബോൻചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഫീൽഡിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് ബോൻചേട്ടൻ അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ അവർ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പാട്ട് കണ്ടപ്പോൾ പണ്ടത്തെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെന്നിട്ട് സ്കൂളിൽ പോകേണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ ധൃതി എന്നല്ല കഴിഞ്ഞു ഓൾമോസ്റ്റ് അവിടെ. അങ്ങനെ ചെന്നപ്പോൾ ആഷ്നയും ദീപ്തി ചേച്ചിയും ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. കാരണം ആഷ്ന ക്ലാസ് നിന്നിട്ട് പഠിക്കുന്നതുകൊണ്ട് അവർക്കൊരു സ്കോളർഷിപ്പും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്നേഹപ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ബോയ്സും ഗേൾസും ഒക്കെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും സിനിമാറ്റിക്കൊന്നും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് കളിക്കാം. അത് അവർക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ ആ സമയത്തൊന്നും പിന്നെ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഡാൻസിനൊരു വേദി കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ